നിർത്ത്. രാഘവ മാഷ്ക്ക് എന്നാ പറ്റിയേ? പറ്റിയത് മാഷക്കല്ല, മൂത്ത മോൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഈപ്പച്ചൻ ആധാരം തിരിച്ചു കൊടുക്കാത്തോണ്ട് പെണ്ണിന്റെ കല്യാണം മുടങ്ങി. എങ്ങനെയുണ്ട് ഡോക്ടർ? ഷീസ് ഓക്കെ. എങ്ങനെയുണ്ട് പക്ഷേ? അപകടഘട്ടം കഴിഞ്ഞാ ഡോക്ടർ പറഞ്ഞത്. നിങ്ങളിലേക്ക് ദയ. നിങ്ങൾ എന്തിനാ വീടും പറമ്പ് പണയം വെക്കാൻ പോയത്? അത് ഈപ്പന്റെ അടുത്ത്. ഇവനെ എഞ്ചിനീയറിംഗിന് വിടാൻ കുറച്ച് കാശ് വേണ്ടിയിരുന്നു. 4 ലക്ഷം. 3 പെൺമക്കളെ കെട്ടിച്ചു വിടാറുള്ള തന്ത സ്വാശ്രയ കോളേജിൽ കൈക്കൂലി കൊടുക്കാൻ വീടും പറമ്പും പണയം വെക്കുന്നു. പിന്നെ അത് വീട്ടാൻ സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് കടം കൊടുക്കും. കടം വീട്ടാമെന്ന് പറഞ്ഞിട്ട് ഈപ്പൻ എന്താ ആധാരം തിരിച്ചു തരാത്തെ? ഒക്കെ തരാന്ന് പറഞ്ഞതാ, തന്നില്ല. ഈപ്പൻ എവിടെ ഉണ്ട്? ടൗണിൽ കാണും. ഇന്നവരെ സ്വർണ്ണക്കടയുടെ പരസ്യത്തിന്റെ ഷൂട്ടിംഗാ. അല്ലയോ തോഴിമാരെ, പറഞ്ഞാലും ദേവസുന്ദരി, സ്വർഗലോകത്തെ ഇന്ദ്രസദസ്സിൽ പോലും കാണാൻ കഴിയാത്തതാണ് ഈ മനോഹര സ്വർണ്ണാഭരണ ശേഖരങ്ങൾ. ഇത് ഏത് രാജ്യം തോഴി? ഇതാണ് ദേവി, മലയിൽ ജ്വല്ലേഴ്സ്. മലയിൽ ജ്വല്ലേഴ്സോ? അതെന്താണ്? 100% പരിശുദ്ധമായ 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം മലയിൽ ജുവലേഴ്സ്, പ്രൊപ്പറേറ്റർ ഈപ്പൻ മലയിൽ. മതിയോ സാറേ? സാറേ ഇങ്ങോട്ട് വന്നേ. നല്ല കൊള്ളാവുന്ന ചരക്കുകളൊന്നും കിട്ടിയില്ലേ തനിക്ക്? ഒന്നിനൊരു മൃഷിയില്ലല്ലോ. ഇനി അഡ്വർടൈസ്മെന്റ് പറഞ്ഞിട്ട് വാ, ശരിയാക്കി തരാം ഞാൻ. ഈ അപ്പൻ എന്താ ഈ കാണിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. ഒലത്തും കലക്കൊന്ന് പറഞ്ഞതാ. രാഘവമാഷിന്റെ ആധാരം പിള്ളേരെ അറിയുന്നതിന് മുമ്പ് ബേബിച്ചും കൊണ്ടുപോയിക്കോ. അവന്മാരായിരുന്നു എനിക്ക് കോപ്പ. തന്തയുടെ പ്രായമുണ്ട് ഇയാളെ എങ്ങനെയാ കൈവയ്ക്കുക? ഒരു പെണ്ണിന്റെ കല്യാണം മുടക്കി അവളുടെ ജീവിതം തെളിച്ചിട്ട് ഡൈൻ ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ട് നിൽക്കുക. കുറച്ച് മുല്ലപ്പൂമാലോടെ വാങ്ങി തലേ വെക്കടോ. പതുക്കെ പറ, ഷൂട്ടിങ്ങിന് വന്ന പെൺപിള്ളേര് കേൾക്കും. എനിക്ക് മുതലും വേണ്ട, പലിശയും വേണ്ട, പോയിക്കോ. അപ്പൊ ഷൂട്ടിങ്ങിന് വന്ന പെൺപിള്ളേര് കേട്ടാ തനിക്ക് നാണക്കേടല്ലേ? നാണക്കേടല്ലേടാ? നാണക്കേടല്ലേ? സൈലൻസ് സൈലൻസ് സൈലൻസ്. ഷൂട്ടിങ്ങിനോട് പെൺപിള്ളേര് കേൾക്കും. അടുത്ത ചാൻസ്. അങ്ങനെ ഒന്നില്ല. കൊല്ലും ഞാൻ, കൊല്ലും. വേദന കടിച്ചു പിടിക്കായിരുന്നു ഞാൻ, നിന്നെയൊക്കെ നാണം കെടുത്താതിരിക്കാൻ. ചെകുത്താനാണവൻ, പീലിയുടെ കൊച്ചുമോൻ. കൊന്നു കളയടാ അവനെ. മാഷക്ക് ധൃതിയുണ്ടോ? ധൃതിയില്ല. എന്നാ ഒരു 5 മിനിറ്റ് ഞാനിതൊന്നങ്ങ് തീർത്തേച്ച് വന്നേക്കാം.
പോടാ. എടാ നിന്നോട് പോകാനല്ലടാ പോത്തെ പറഞ്ഞത്. പോകാൻ പറഞ്ഞ പോകാത്തത് എന്താടാ? മിസ് ഏലിക്കുട്ടി ഫ്രാൻസിസ് ഇണ്ടന്തിരുത്തിയിൽ വീട് ഇരുട്ടി. നല്ല പരിചയമുള്ള ഹാൻഡ് റൈറ്റിംഗ്. ഫ്രോം കെ തങ്കമണി. ഓ തങ്കമണി, അത് പറ. എന്താ തങ്കമണി വിശേഷം? ഏലിക്കുട്ടി ഫ്രാൻസിസ് ഇണ്ടാന്തിരുത്തിയോട് നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? പ്രിയപ്പെട്ട ഏലിക്കുട്ടിക്ക് തങ്കമണി എഴുതുന്നത്. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആഹ്ലാദകരമായ ദിവസമാണ്. കാര്യം 10-200 മുട്ട പൊട്ടിയെങ്കിലും അതോടെ എൻ്റെ ജീവിതം ഒരു കരയ്ക്ക് എത്തിയതുപോലെ ഒരു തോന്നൽ. ഞാൻ ഇന്നൊരാളെ കണ്ടുമുട്ടി. ബേബി. തസ്കര വീരനായ അറക്കളം പേലിയുടെ കൊച്ചുമോൻ അറക്കളം ബേബി. ഇവന്റെയും മുഖലക്ഷണം ഒരു തസ്കറിന് ചേർന്നത് തന്നെ. റൊമാൻറ്റിക്കായി പറഞ്ഞാൽ ഹൃദയചോരൻ. ഈ പടക്കെടുക്കട്ടെ. ബേബിച്ചായോ കെ തങ്കമണി. ഓ സോറി, കെ തങ്കപ്പൻ. ഇതേതാ ഈ കെ തങ്കപ്പൻ? ആരെങ്കിലും വേട്ടെ, നീ പോയ ഡോക്ടറെ ഒന്ന് വിളിച്ച, അല്ലെങ്കിൽ ഇപ്പൊ ചാവും. ഫ്രം കെ തങ്കമണി. തങ്കമണിക്ക് പ്രേമം. നീ ചത്തില്ലേ? ആരോട് പ്രേമം? ടു തസ്കര വീരൻ.
കത്ത് പൊട്ടിക്കാതെ നിനക്കതെങ്ങനെ മനസ്സിലായി? ദിശ അറിയുന്ന പോസ്റ്റ്മാൻ പശ അറിയാതെ വായിക്കും. പശ അറിയാതെ വായിക്കും. പറഞ്ഞല്ല പതിരില്ല. അപ്പൊ പൊട്ടിക്കാം. പോക്കറ്റ് കാണിക്കരുത്. അന്യന്റെ കത്ത് വായിക്കുന്ന ക്രിമിനൽ ഒഫൻസാ. അപ്പൊ ഇതോ? ഞാൻ അന്യനല്ലല്ലോ. സത്യം, ആദ്യം കണ്ടപ്പോ തന്നെ ബേബിച്ചൻ ഒരു അന്യനാണെന്ന് എനിക്ക് തോന്നിയതേയില്ല. ആദ്യം കണ്ടപ്പോ തന്നെ ബേബിച്ചൻ ഒരു അന്യനാണെന്ന് എനിക്ക് തോന്നിയതേ. ചെറുപ്പത്തിൽ ആക്സിഡന്റിൽ ഇവിടെ തലക്കും തോടി പറ്റിയതാ. സംഗതി മെന്റല. മെന്റൽ ഫാദർ. ഓ, അവിടെ അപ്പനും വട്ടായിരുന്നു. അവിടെ അപ്പനല്ല, നിന്റെ അപ്പൻ. എടാ പുളുന്താമാരെ, എന്റെ എളിമ കൊണ്ട് പല കാര്യങ്ങളും ഞാനിവിടെ മറച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഞാനൊന്ന് തുറന്ന് പറയാൻ പോവാ. തന്നെ? ബോംബെയിൽ എത്ര സുന്ദരിമാരാണെന്നറിയോ എന്റെ പിന്നാലെ മോഹിച്ച് നടന്നിട്ടുള്ളത്? തന്നെ? ഇന്നല്ലാതെ